Welcome to Artist Family. Fun with Alona. Kids, stay with me. ഹായ് ഗായ്സ്, എല്ലാവർക്കും അജീഷ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ യു കെയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു കാര്യമാണ്, യു കെയിലേക്ക് വരുന്നതുകൊണ്ട് മെച്ചമുണ്ടോ? എന്നാൽ ഈ ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ ആൻസർ പറയുന്നത് യു കെയിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടാണ്. ഒറ്റ വാക്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ ചോദ്യത്തിന് പലർക്കും പല അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് എൻ്റെ ജോലിയെപ്പറ്റി നോക്കാം. ഞാനിവിടെ ബാൻഡ് 5 നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. യു കെ ഗവൺമെൻറ് ഫ്രീ ആയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തി എല്ലാ എക്സാമിൻ്റെയും ഫീസ് തിരികെ തന്നാണ് എനിക്കിവിടെ ജോലി തന്നത്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാം ഫ്രീ ആയിരുന്നു. പിന്നെ സാലറി, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം 1,80,000-നും 2,10,000-നും ഇടയിലാണ് സാലറി കിട്ടുന്നത്. പിന്നെ സിംഗിളായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ ചിലവെല്ലാം കുറവാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ റെൻറ്റും മറ്റുള്ള എക്സ്പെൻസസ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്കെല്ലാം നല്ല എക്സ്പെൻസീവാണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സാലറിയുടെ പകുതിയിലധികം ടാക്സ് കൊണ്ടുപോകുമെന്ന്. അതുകൊണ്ട് കയ്യിലൊന്നുമില്ലെന്ന് എപ്പോഴും നമ്മൾ കേൾക്കാം. ഒരു രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തന്നെ തോന്നാറുണ്ട്. പക്ഷേ ഈ ടാക്സ് പിടിക്കുന്നതുകൊണ്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുപോലെ NHSൽ നിന്ന് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് എല്ലാം ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയി തരുന്നത്. പിന്നെ ഇവിടെ PR കിട്ടിയാൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഗവൺമെൻറ് നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് തരും. പിന്നെ പാർട്ട്ണർക്ക് ജോലിയില്ലെങ്കിൽ ഫാമിലിയുടെ ഇൻകം നോക്കി ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതൊക്കെ വളരെ സഹായകരമാണ്. പിന്നെയുള്ള ഒരു കാര്യം, നഴ്സസിൻ്റെ ഡിപ്പെൻഡ് വിസയിൽ വരുന്ന ആൾക്ക് ഫുൾ ഫ്രീഡമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. യു കെയിൽ എവിടെ വേണമെങ്കിലും അവർക്ക് വർക്ക് ചെയ്യാം, എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം. പിന്നെ പറയാനുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അഡ്വിനും അലോണയും ഒക്കെ നഴ്സറി പോയപ്പോൾ അവർക്ക് 15 മണിക്കൂർ ഗവൺമെൻറ് ഫ്രീ ആയി കൊടുത്തിരുന്നു. പിന്നീട് വേണമെങ്കിൽ നമുക്ക് വിടാം, 15 മണിക്കൂർ കൂടുതൽ വിടാം, പക്ഷേ അതിന് ചെറിയ രീതിയിൽ ഫീസ് കൊടുക്കണം. പിന്നെ അവർ റിസപ്ഷനിലേക്ക് കടന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. 8:45 അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 3:15 അവർ തിരിച്ചു വരുന്നത്. പിന്നെ ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള എഡ്യൂക്കേഷന് വേണ്ടി ഗവൺമെൻറ് ലോൺ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യും. അത് നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്നൊന്നും തിരിച്ചടയ്ക്കേണ്ട. അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് അവർ ഒന്ന് സെറ്റിലായി കഴിഞ്ഞ ശേഷം അവർക്ക് പതിയെ പതിയെ അത് തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ NHSൽ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, 18 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും എല്ലാ ട്രീറ്റ്മെൻറ്റും ഫ്രീ ആണ്. പിന്നെ മുതിർന്നവരുടെ കാര്യം പറയുവാണെങ്കിൽ പ്രമേഹം, പ്രഷർ, തൈറോയിഡ്, ക്യാൻസർ, അതുകൂടാതെ സ്ഥിരം മരുന്ന് കഴിക്കേണ്ട ചില അസുഖങ്ങൾ, അവർക്കെല്ലാം എല്ലാ ട്രീറ്റ്മെൻറ്റും ഗവൺമെൻറ് ഫ്രീ ആയി കൊടുക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ മെച്ചമായി തോന്നി. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ ക്രൈസിസാണ്. അത് യു കെയിലുമുണ്ട്. നാട്ടിലെ ചെറിയ സാലറിയിൽ ജോലി ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും എനിക്ക് നല്ലതായി തോന്നി. പിന്നെ വർക്കിംഗ് അവേഴ്സ്, അത് 37.5 അവേഴ്സാണ് പെർ വീക്ക്. ഈ 37.5 മണിക്കൂർ 3 ലോങ് ഡേ ആയിട്ടോ അല്ലെങ്കിൽ 4 ഷോർട്ട് ഡേ ആയിട്ടോ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തിയേറ്ററിലെ ഡ്യൂട്ടിയാണ് ഞാൻ പറയുന്നത്. തിയേറ്ററിലെ ഡ്യൂട്ടിയും മറ്റ് സ്ഥലങ്ങളിലെ ഡ്യൂട്ടിയുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഡിഫറെൻ്റ് ആണത്. ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യു കെയിലേക്ക് വരുന്നത് മെച്ചമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.
വീണ്ടും കാണുന്നവരെ ബായ്. താങ്ക് യു.